ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്താ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കണം അറിയോ? ഞാനൊരു ഉസ്താദിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. റസ വ്ലോഗ്സിലെ ഉസ്താദിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഒരുപാട് തമ്പനയിൽ കണ്ടിട്ട് പിന്നെ ഉസ്താദ് ഇടുന്ന തമ്പനയിൽ ഇപ്പൊ സെക്സിന്റെ കാര്യം പറഞ്ഞിട്ടാണെങ്കിലും ഒരു ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഒരുപാട് ഒരു ഫാമിലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും അത് നമ്മൾ പറയാൻ മടിച്ചിട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ചാനലിലൂടെ വീഡിയോ ചെയ്തിടുന്നത് ഞാൻ കണ്ടു. അപ്പോ ഞാൻ ആ വീഡിയോ കാണുന്ന ഒരു വ്യക്തി തന്നെയാണ്. അങ്ങനെയുള്ള വീഡിയോസ് ഞാനും കാണുന്നുണ്ട്. കാരണം അത് തമ്പനയിൽ മാത്രം നോക്കി അദ്ദേഹം എന്താ പറയുന്നത്, ഇവരുദ്ദേശിച്ച കാര്യങ്ങൾ ഉസ്താദിന്റെ വായിൽ നിന്ന് കിട്ടാണ്ടാവുമ്പോ ഉസ്താദിനെ അടക്കം തെളിവ് വിളിച്ചിട്ടും അതുപോലെ ആ വീഡിയോ ചെയ്ത എന്നെ അടക്കം ചീത്ത വിളിച്ചിട്ടുമാണ് ഈ ആളുകൾ പോകുന്നത്. അപ്പോ എന്തായാലും ഞാൻ കാര്യത്തിലേക്ക് വരാം. ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ഞാനിപ്പോ അത് റസ വ്ലോഗ്സിലെ ഉസ്താദ് അത് കാണും എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ ദൈവം സഹായിച്ചിട്ട് ഉസ്താദ് ആ വീഡിയോ കണ്ടു. ഉസ്താദ് ഒരു കമന്റ് ഇട്ടുണ്ട്. ആ കമന്റ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ലൈഫിൽ ആവശ്യം ആയ ഒരുപാട് ഉപദേശങ്ങളാണ് അദ്ദേഹം തരുന്നത്. അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു അധ്യാപകനാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ വ്യക്തമായ എന്താ പറയാ വൃത്തിയായിട്ടുള്ള വർത്തമാനം, സംസാരം ഇതൊക്കെ നമ്മൾ കേട്ടിരുന്നു പോകും. അത് കൂടുതലും ലേഡീസ് ആണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ലേഡീസിന് ഉപകാരമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട്. ലേഡീസിന്റെ മാത്രമായിട്ട് ലേഡീസ് മാത്രം കൈകാര്യം ചെയ്യുന്ന ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ അദ്ദേഹം ഇടുന്ന വീഡിയോനെ കുറിച്ച് വിമർശിക്കാനും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാനും അല്ല നമ്മൾ നിൽക്കേണ്ടത്. അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഓരോ കുടുംബത്തിനും അവരവരുടേതായ നല്ല രീതിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കുടുംബം പിന്നെ രണ്ടായി പോകുന്ന അവസ്ഥ വരെ ഉണ്ടാവുന്നുമുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓരോ വീഡിയോ മൈന്യൂട്ടായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഫുൾ വീഡിയോ കാണാതെ കമന്റ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം ഞാൻ ഉസ്താദിനെ കുറിച്ച് നല്ലതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഉസ്താദ് സെക്സിനെ കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു രാത്രി കിടക്കുമ്പോൾ അങ്ങനത്തെ ഡ്രസ്സ് ഇടണം, ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം, ആ രീതിയിൽ വരണം, അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. രണ്ടുപേരുടെ മനസ്സും പരസ്പരം മനസ്സിലാക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞ് അങ്ങനെ പോകുമ്പോഴാണ് ആ ലൈഫ് മുന്നോട്ട് പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഞാനൊരു വീഡിയോ ആക്കി ഇട്ടപ്പോ എൻ്റെ അമ്മോ, താഴെ വന്ന കമന്റ്സുകള് തുരുതുരുതുരാന്ന് മെസ്സേജുകളാണ്. എങ്ങനെയാണെന്നറിയാം? നിങ്ങൾ ആരാണ് ഉസ്താദിനെ കുറിച്ച് പറയാൻ? ആദ്യം നിങ്ങൾ മുസ്ലിം ആവ്, ആദ്യം നിങ്ങൾ മുസ്ലിമിന്റെ പിന്നെ എന്താണ് ഇതൊക്കെ പഠിക്ക്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് എന്റെ വീഡിയോന്റെ തമ്പനയിൽ കണ്ടിട്ട് നിങ്ങൾ പിന്നെ വിലയിരുത്തരുത്. ആ വീഡിയോ എന്തായിരിക്കും, അത് ചിലപ്പോൾ ഉസ്താദിനെ കുറിച്ച് നല്ലതായിരിക്കും പറയണ്ടാവുക. ഞാൻ ഈ ഒരു ഇത്ര കാലം വரைക്കും ഒരാളെ കുറിച്ച് കുറ്റപ്പെടുത്തി ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഒന്നിച്ചു പോണം, ഒരുമിച്ച് പോണം എന്ന് പറഞ്ഞിട്ടേ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായ? അല്ലാണ്ട് അയ്യേ ആ ഉസ്താദ് ഇങ്ങനെ വൃത്തികളൊക്കെ പറയണത് ഓരോ തമ്പനയിൽ വെച്ചിരിക്കുന്നത് നോക്ക്, സെക്സിന്റെ വീഡിയോ കാണണം അല്ലെങ്കിൽ സെക്സിന്റെ പറഞ്ഞിട്ട് ഒരുപാട് ഇട്ടിരിക്കണു, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് നമ്മൾ നശിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് ഏതൊരു പണ്ഡിതനും ഒരു വീഡിയോയും ചെയ്യില്ല. അപ്പൊ നമ്മൾ ആ വീഡിയോയില് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അത് ഉൾക്കൊള്ളുക. അല്ല അത് നേരെ മറിച്ച് തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മാറ്റി നിർത്തുക. അപ്പൊ നമ്മൾ എന്തായാലും ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ. എന്തായാലും ഈ ഉസ്താദിന്റെ ആണെങ്കിലും ഇപ്പൊ എന്റെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാർ ഒരു ഏകദേശം ഒരു 23 വയസ്സ് തുടങ്ങി ഒരു പ്രായമായ ആളുകൾ വരെയാണ് ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ടാവുക. അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക, ഈ വീഡിയോയിൽ എന്തോ ഉണ്ട്, അപ്പൊ നമുക്ക് ആ വീഡിയോ കാണണം, കണ്ടിട്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അതും കൂടി പറയാം. അല്ലാണ്ട് ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് ഇതാ വേണ്ട തമ്പനയിൽ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിരിക്കണു, അങ്ങനെ ചെയ്തിരിക്കണു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാനും അതുപോലെ തന്നെ ഒരാളെ കുറിച്ച് മനസ്സിലാക്കാനും നിൽക്കരുത്. കാരണം അവര് പറയുന്നത് നല്ല കാര്യങ്ങളായിരിക്കും നമ്മുടെ കുടുംബത്തിന് വേണ്ടി. ഞാനൊരു ഫാമിലിയെ പരിചയപ്പെട്ടപ്പം
ആ ഫാമിലി പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ലഹരിക്ക് അഡിക്റ്റ് ആയിരുന്നു അവരുടെ ഭർത്താവ്. ആ ഭർത്താവ് വല്ലാത്തൊരു രീതിയിലാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഫുൾ സംശയമാണ്. അപ്പൊ ഈ ചേച്ചിക്കാണെങ്കിൽ അവരുടെ ആ കഴിക്കുന്ന സ്മെല്ല്, അവര് ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ വായിൽ വെക്കുന്ന ആളാണ്. അപ്പൊ അതിന്റെ സ്മെല്ലൊന്നും ആ ചേച്ചിക്ക് ഇഷ്ടമല്ല. അപ്പൊ എങ്ങനെയാണ് ഒരു ദാമ്പത്യം മുന്നോട്ട് പോവുക? ഇവർക്ക് അത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഈ പിടിച്ച് വലിച്ച് ഇതാക്കുന്നതല്ല ഒരു സ്നേഹം എന്ന് പറയുന്നത്. പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ പരസ്പരം എന്തൊരു ജോലിയാണെങ്കിലും എന്തൊരു പ്രയാസങ്ങളായാലും പരസ്പരം ഷെയർ ചെയ്ത് പോകുമ്പോഴാണ് അവിടെ ലൈഫ് ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഉസ്താദ് പറയുന്നത്. അപ്പോൾ റാസ് വ്ലോഗ്സ് ഉസ്താദിന് 1000 നന്ദിയുണ്ട്. നമ്മുടെ ചാനലിൽ വന്ന് കമന്റ് ഇട്ടതിനും നമ്മുടെ ചാനലിൽ ആ വീഡിയോ അങ്ങ് വീക്ഷിച്ചതിനും 1000 നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും റാസ് വ്ലോഗ്സ് ഉസ്താദ് വീണ്ടും തുടരുക. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോസ് തന്നെയാണ് അങ്ങ് വീഡിയോ ചെയ്യുന്നത്. അങ്ങയുടെ വീഡിയോസ് നോക്കിയിട്ടാണ് ഞാൻ ചില വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാറുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.